പ്രിയപ്പെട്ട മലയാളി സുഹൃത്തുക്കളെ, ഞാൻ എബ്രഹാം ചെറിയാൻ. ഏവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. ഏവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, മുകളിൽ കാണുന്ന ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. കേരള നവോത്ഥാനം എന്നുള്ളതാണ് നമ്മുടെ വിഷയം. ഇന്ന് കേണൽ മൺറോയെക്കുറിച്ചാണ് ഞാൻ പറയാൻ പോകുന്നത്. കേരളത്തിൻ്റെ പുരോഗതിയിൽ സുപ്രധാനമായ പങ്കുവഹിച്ച ഒരു വ്യക്തിത്വമാണ് കേണൽ മൺറോ. തിരുവിതാംകൂറിൽ പിന്നീട് നടന്ന സകല പുരോഗതിക്കും സാമൂഹികമായും രാഷ്ട്രീയമായും ഉള്ള സകലവിധ പുരോഗതിക്കും നേതൃത്വം നൽകിയത്, കാരണമായി പ്രവർത്തിച്ചത് കേണൽ മൺറോ ആണെന്ന് കാണാവുന്നതാണ്. അദ്ദേഹം ഒരു മിഷണറിയാകാൻ ആഗ്രഹിച്ചുവെങ്കിലും തുടർന്ന് ഒരു ഭരണാധികാരിയായി പരിണമിക്കുകയാണ് ചെയ്തത്. അത് 1812 മുതൽ 1818 വരെ തിരുവിതാംകൂറിൻ്റെ റെസിഡൻറ്റും ദിവാനും ആയിരുന്നു. അന്ന് റാണി ലക്ഷ്മിഭായി ആയിരുന്നു തിരുവിതാംകൂർ ഭരിച്ചിരുന്നത്. അദ്ദേഹത്തിൻ്റെ ഈ ചുരുങ്ങിയ കാലഘട്ടത്തിനുള്ളിൽ പല പുരോഗതികളും പലവിധ നല്ല കാര്യങ്ങളും അദ്ദേഹം ചെയ്യുകയുണ്ടായി. തിരുവിതാംകൂറിലെ സ്കൂൾ വിദ്യാഭ്യാസം ഇത്രയധികം വളരെ നല്ല നിലയിൽ പുരോഗമിക്കുന്നതിന് ഇടയാക്കിയതും പ്രവർത്തിച്ചതും കേണൽ മൺറോ ആയിരുന്നു. അദ്ദേഹത്തെ അറിയപ്പെടുന്നത് അദ്ദേഹത്തിൻ്റെ ഭരണപരിഷ്കാരം എന്നതിലാണ്. സുപ്രധാനമായ ഭരണപരിഷ്കാരം തിരുവിതാംകൂറിൽ ആദ്യമായി നടപ്പിലാക്കിയത് കേണൽ മൺറോ ആണ്. അതിന് വിട്ട പേര് ചട്ടവരിയോല എന്നായിരുന്നു. പലവിധ നല്ല പരിഷ്കാരങ്ങളും നടപ്പിലാക്കി ശരിക്കുള്ള ഒരു ഭരണ സംവിധാനം തിരുവിതാംകൂറിൽ നടപ്പിലാക്കിയത് കേണൽ മൺറോ ആണെന്ന് നമുക്ക് കാണാവുന്നതാണ്. അന്നുവരെ നിലനിരുന്ന രീതി മുഴുവൻ മാറ്റി അഴിമതിക്കാരായിരുന്ന ഉദ്യോഗസ്ഥന്മാരെ മുഴുവൻ പുറത്താക്കുകയും അവരെ ശിക്ഷിക്കുകയും ചെയ്ത് സംസിഗ്ധമായ ഒരു ഭരണ സംവിധാനം കൊണ്ടുവരികയുണ്ടായി. അതാണ് അദ്ദേഹം ആദ്യമായി ചെയ്തത്. കേണൽ മൺറോ ചെയ്ത മറ്റ് നല്ലൊരു കാര്യം, അന്നുവരെ ഉണ്ടായിരുന്ന ദേവസ്വം ഭരണം, ക്ഷേത്രങ്ങളുടെ ഭരണം സർക്കാർ ഏറ്റെടുത്തു എന്നുള്ളതാണ്. അതിനു മുൻപ് ബ്രാഹ്മണരും ഉന്നത ജാതികളുമാണ് കേരളത്തിലെ അഥവാ തിരുവിതാംകൂറിലെ ക്ഷേത്രങ്ങളുടെ ഭരണം നിർവഹിച്ചിരുന്നത്. അതിന് വരവിനോ ചെലവിനോ കണക്ക് ഉണ്ടായിരുന്നില്ല. ബ്രാഹ്മണരും ക്ഷേത്ര അധികാരികളും കിട്ടുന്ന പണം അവരുടെ ഇഷ്ടമനുസരിച്ച് പ്രവർത്തിച്ചു പോന്നു. വളരെയധികം അഴിമതികൾ നടപ്പിലാക്കിയിരുന്നു. അദ്ദേഹത്തിൻ്റെ നിർബന്ധം അനുസരിച്ച് അദ്ദേഹത്തിൻ്റെ ശുപാർശ പ്രകാരം മഹാറാണി ദേവസ്വ ഭരണം സർക്കാർ ഏറ്റെടുക്കുന്നതിനുള്ള ഉത്തരവ് പാസാക്കി. അതോടുകൂടി അവിടെ നടന്നിരുന്ന അഴിമതികളൊക്കെ മാറി ക്ഷേത്രങ്ങളുടെ വരവുകൾ കൂടി ആ പണം സർക്കാരിലേക്ക് ചെന്നെത്തുകയുണ്ടായി. കേണൽ മൺറോ ചെയ്ത മറ്റ് നല്ലൊരു കാര്യം നികുതി പിരിവിൽ വരുത്തിയ മാറ്റങ്ങളാണ്. അതുവരെ ഈഴവർ മുതൽ താഴോട്ടുള്ള താണജാതിക്കാർ അമിതമായ നികുതി കൊടുക്കേണ്ടിയിരുന്നു. അവരിൽ നിന്നും നികുതി കർശനമായി പിരിച്ചിരുന്നു. നികുതി പിരിക്കുന്നതിന് വേണ്ടി മർദ്ദനമുറകളും മറ്റും ഉപയോഗിച്ചിരുന്നു. തണ്ടാന്മാർ, പണിക്കർമാർ, മുതൽ പടിക്കാർ മുതലായ ആളുകൾ ഇവരിൽ നിന്നും അവരെ നിർബന്ധിച്ചും പീഡിപ്പിച്ചും നികുതി പിരിച്ചിരുന്നു. മൺറോ എന്ത് ചെയ്തതെന്ന് വെച്ചാൽ ആ പാവപ്പെട്ട ആളുകളിൽ നിന്നുള്ള നികുതി നിർത്തലാക്കി.
പുരുഷാന്തരം എന്ന് പറയുന്ന സ്വത്തുകൾ കൈമാറ്റം ചെയ്യുമ്പോൾ ഉണ്ടായിരുന്ന ഒരു നികുതി ഉണ്ടായിരുന്നു. ആ നികുതിയും എടുത്തു കളഞ്ഞു. അതിന് പകരം ഉയർന്ന ജാതികളിൽ നിന്നും, അതായത് വരുമാനവും സ്വത്തുമുള്ള ജന്മിമാരിൽ നിന്നും നികുതി പിരിക്കുന്നതിനുള്ള ഒരു സമ്പ്രദായം അദ്ദേഹം നടപ്പിലാക്കി. അങ്ങനെ വന്നപ്പോൾ വരുമാനം കുറഞ്ഞില്ല, വരുമാനം കൂടുകയാണ് ചെയ്തത്. ഇതാണ് കേണൽ മൺറോ നടത്തിയ ഒരു നല്ല പരിഷ്കാരം. മൺറോയുടെ ഏറ്റവും സുപ്രധാനമായ പരിഷ്കാരം മൺറോയുടെ പീനൽ കോഡാണ്. ഇന്ത്യൻ പീനൽ കോഡ് ഉണ്ടാക്കുന്നതിനും എഴുതുന്നതിനും വർഷങ്ങൾക്ക് മുമ്പ് തിരുവിതാംകൂറിൽ ഒരു പീനൽ കോഡ് ഉണ്ടായിരുന്നു. അത് മൺറോ തയ്യാറാക്കിയതാണ്. എല്ലാവർക്കും തുല്യനീതി, ഏത് ജാതിയിൽപ്പെട്ട ആളാണെങ്കിലും, ഉന്നത ജാതിയിലാണെങ്കിലും താണജാതിക്കാരനാണെങ്കിലും എല്ലാവർക്കും തുല്യമായ നീതി എന്നുള്ളതായിരുന്നു മൺറോയുടെ തീരുമാനം. അതനുസരിച്ചാണ് നീതി നിർവഹിച്ചത്. അതുപോലെ ഒരേ കുറ്റത്തിന് ഒരേ ശിക്ഷ എന്നുള്ളതായിരുന്നു. അതായത് ആര് കുറ്റം ചെയ്താലും ഒരു കുറ്റത്തിന് ഒരു ശിക്ഷ, വലിയ കുറ്റത്തിന് വലിയ ശിക്ഷ, ചെറിയ കുറ്റത്തിന് ചെറിയ ശിക്ഷ. അതിനു മുൻപ് താണജാതിയിലുള്ളവരൊരു കുറ്റം ചെയ്താൽ അവരെ കഠിനമായി ശിക്ഷിക്കുമായിരുന്നു. അതേസമയം ബ്രാഹ്മണർ ഒരു കൊലപാതകം പോലും നടത്തിയാലും അവരെ നാട്ടിൽ നിന്ന് മാറ്റി നിർത്തുകയും ചെറിയ ശിക്ഷകൾ കൊടുത്ത് അവരെ വെറുതെ വിടുകയാണ് ചെയ്തത്. അങ്ങനെ സുപ്രധാനമായ ഒരു തീരുമാനമാണ് നടപ്പിലാക്കിയത്. അതുകൂടാതെ കോടതികൾ ആദ്യമായി തിരുവിതാംകൂറിൽ സ്ഥാപിച്ചത് കേണൽ മൺറോ ആണ്. ഒരു പ്രിൻസിപ്പൽ കോടതിയും അതിന് താഴെ 5 ഡിവിഷണൽ കോടതിയും അദ്ദേഹം സ്ഥാപിച്ചു. ഈ കോടതികളിൽ കേസുകൾ കേൾക്കുന്നതിന്, ക്രിമിനൽ കേസുകൾ കേൾക്കുന്നതിനും അതുപോലെ തന്നെ സിവിൽ വ്യവഹാരങ്ങളും പണയം സംബന്ധിച്ചുള്ള കേസുകളും തീർക്കുന്നതിനും ഉള്ള സംവിധാനം ഉണ്ടാക്കി. കീഴ്ക്കോടതിയിൽ ശിക്ഷിക്കുകയോ കീഴ്ക്കോടതി എടുക്കുന്ന തീരുമാനം ഉന്നത കോടതിയിൽ അപ്പീൽ ചെയ്യുന്നതിനും അതിൽ നിന്നും വീണ്ടും പരിഹാരം കാണുന്നതിനുമുള്ള സംവിധാനം ഉണ്ടാക്കി. കൂടാതെ സുപ്രധാനമായ ഒരു തീരുമാനമായിരുന്നു സാക്ഷി വിസ്താരം. സാക്ഷികളെ വിസ്തരിക്കുന്നത് പ്രതികളുടെ മുൻപ് വെച്ച് പ്രതികളുടെ സാന്നിധ്യത്തിൽ വേണമെന്ന് തന്നെ നിയമം അദ്ദേഹം പാസാക്കി. അതോടുകൂടി ശിക്ഷാ നിയമങ്ങളും കോടതി നിയമങ്ങളും വളരെയധികം സുഗമമായി മുന്നോട്ട് കൊണ്ടുപോയി. ന്യായാധിപന്മാർക്കിടയിലുണ്ടായിരുന്ന തെറ്റുകളും സ്വജനപക്ഷപാതവും നിർത്തലാക്കുന്നതിന് കേണൽ മൺറോയ്ക്ക് കഴിഞ്ഞു എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. പാവപ്പെട്ട ആളുകളിൽ നിന്നും നികുതി പിരിക്കുന്നതിന് ഏർപ്പാട് ആക്കിയിരുന്ന തണ്ടാന്മാർ, പണിക്കർമാർ, മുതൽപ്പടിക്കാർ മുതലായ ആളുകളെ പിരിച്ചുവിട്ട് സാധാരണക്കാർക്ക് വളരെ അധികം സന്തോഷം തരുന്ന ഒരു കാര്യമായി, അവർക്ക് വളരെയധികം ന്യായം കിട്ടത്തക്ക വിധത്തിൽ ക്രമീകരണം ചെയ്തു. അവരെ പീഡനങ്ങളിൽ നിന്നും ഒഴിവാക്കി. അക്കൂടാതെ തന്നെ നമ്മൾ ഇന്ന് കേൾക്കുന്ന മനുഷ്യാവകാശ ലംഘനങ്ങൾ അല്ലെങ്കിൽ മനുഷ്യാവകാശങ്ങൾ എന്ന് പറയുന്ന കാര്യങ്ങളിൽ അന്നും കേണൽ മൺറോ ഇടപെട്ടിരുന്നു. പാവപ്പെട്ട ആളുകൾക്ക് എന്തെങ്കിലും പരാതിയുണ്ടെങ്കിൽ അത് പരാതി വേണ്ട സ്ഥാനത്ത് പരാതിപ്പെടുന്നതിനും അതിന് പരിഹാരമുണ്ടാക്കുന്നതിനുമുള്ള സംവിധാനം ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം.
മൺട്രോ നടപ്പിലാക്കിയത് മറ്റൊരു നടപടിയാണ് അടിമക്കച്ചവടം നിർത്തലാക്കി. അതിനു മുമ്പ് പാവപ്പെട്ട ആളുകളെ ചന്തയിൽ കൊണ്ടുപോയി അടിമച്ചന്തകളിൽ കൊണ്ടുപോയി വിൽക്കുന്ന ഒരു സമ്പ്രദായം ഉണ്ടായിരുന്നു. ഓരോ ഉടമകളുടെയും അടിമകളായി പാവപ്പെട്ട ആളുകൾ ജോലി ചെയ്തിരുന്നു. അങ്ങനെയുള്ള അടിമകളെ കൈമാറ്റം ചെയ്യുകയും വിൽക്കുകയും വാങ്ങുകയും ചെയ്തിരുന്നു. അത് മൊത്തത്തിൽ നിർത്തലാക്കുന്ന കാര്യത്തിൽ മൺട്രോ വളരെയധികം വിജയിച്ചു. ഇന്നത്തെ പോലീസ് സമ്പ്രദായത്തിന് അടിത്തറയിട്ടത് കേണൽ മൺട്രോ ആണ്. അന്ന് ഠാണാവുകൾ എന്ന പേരിൽ പോലീസ് സ്റ്റേഷനുകൾ സ്ഥാപിച്ച് പോലീസുകാരെ നിയമിച്ച് നാട്ടിൽ നീതിന്യായങ്ങൾ നടപ്പിലാക്കുന്നതിനും ക്രിമിനൽ നടപടികൾ നടത്തുന്നതിനും കുറ്റവാളികളെ ശിക്ഷിക്കുന്നതിനും ഉള്ള ക്രമീകരണം ചെയ്തു എന്നതാണ് വളരെയധികം അപ്രീഷിയേറ്റ് ചെയ്യേണ്ട ഒരു നല്ല കാര്യം. മൺട്രോയുടെ കാലഘട്ടം വരെ ഓടുമേഞ്ഞ വീട് വെക്കുന്നതിന് താണജാതിക്കാർക്ക് അവകാശമില്ലായിരുന്നു. അദ്ദേഹം ഏതു വിധത്തിലുള്ള വീടുകൾ, വലിയ വീടുകളും ചെറിയ വീടുകളും ഓടുമേഞ്ഞ വീടുകളും ആർക്കും നിർമ്മിക്കുന്നതിനുള്ള അവകാശം കൊടുത്തു. അതുപോലെ തന്നെ ഗ്രഹ ഉപകരണങ്ങൾ ഇഷ്ടം പോലെ അവരവരുടെ സൗകര്യം പോലെ ഉപയോഗിക്കുന്നതിനുള്ള അവകാശം കൊടുത്തു. മൺട്രോ നടത്തിയ ഏറ്റവും വലിയ പരിഷ്കാരം കച്ചവട സ്വാതന്ത്ര്യം കൊടുത്തു എന്നുള്ളതാണ്. അതുവരെ നിശ്ചലമായി നിന്ന ഒരു സമുദായം ചലനാത്മകമായി എന്നുള്ളതാണ് സത്യം. ആർക്കും കച്ചവടം ചെയ്യാൻ ജാതിമത വ്യത്യാസം കൂടാതെ ഏവർക്കും കച്ചവടം ചെയ്യാനുള്ള അവകാശം കൊടുത്തപ്പോൾ സകലരും പല സാധനങ്ങൾ ഉണ്ടാക്കുകയും വാങ്ങുകയും വിൽക്കുകയും ചെയ്യുന്ന ഒരവസരമുണ്ടായി. സാമ്പത്തികമായി പൊതുജനങ്ങൾ വളരെയധികം പുരോഗമിച്ചു, വരവ് വർദ്ധിച്ചു. അദ്ദേഹം ഒരു സാമ്പത്തിക ശാസ്ത്ര വിദഗ്ധനെ പോലെയാണ് തീരുമാനമെടുത്ത് ചന്തകൾ സ്ഥാപിച്ചു, വ്യാപാരം മെച്ചപ്പെട്ടു. എല്ലാ ജാതിക്കാരും ഇങ്ങനെ വ്യാപാരത്തിൽ ഏർപ്പെട്ട നിമിത്തം പുതിയ സ്ഥാപനങ്ങളും പുതിയ വ്യവസായശാലകളും പുതിയ സംരംഭങ്ങളും ഉണ്ടായി. രാജ്യത്തിന് ആകമാനമുള്ള പുരോഗതി ഉണ്ടായി. അതാണ് അദ്ദേഹം ചെയ്ത ഏറ്റവും വലിയ ഒരു കാര്യം. പാവങ്ങളുടെ കൃഷി സാധനങ്ങൾ ഉന്നത ജാതിക്കാർ എടുത്തുകൊണ്ട് പോകുന്നതും പാവങ്ങളെ പീഡിപ്പിക്കുന്നതും ഒരു പരിപാടിയായിരുന്നു. കേണൽ മൺട്രോ അതിന് പരിപൂർണമായ നിരോധനം ഏർപ്പെടുത്തി. അത് പാവപ്പെട്ട ജനങ്ങൾക്ക് വളരെയധികം സന്തോഷവും സംതൃപ്തിയും കൊടുക്കുന്ന ഒരു പ്രവൃത്തിയായിത്തീർന്നു. അതുവരെ സാധാരണക്കാർക്ക് ആഭരണം ധരിക്കുന്നതിനുള്ള അവകാശമില്ലായിരുന്നു. മൺട്രോ ബഹുമാനപ്പെട്ട മഹാറാണിയോട് പറഞ്ഞ് അതിനൊരു മാറ്റം വരുത്തി. ഏത് ജാതിക്കാർക്കും ജാതിമത ഭേദമന്യേ സ്വർണവും വെള്ളിയും കൊണ്ടുള്ള ആഭരണങ്ങൾ യഥേഷ്ടം ധരിക്കുന്നതിനുള്ളൊരവകാശം, അതിനുള്ളൊരു ഉത്തരവ് മഹാറാണി ഇടുകയുണ്ടായി. അങ്ങനെ എല്ലാവർക്കും എങ്ങനെ വേണം ജീവിക്കുന്നതിനുള്ള, സന്തോഷകരമായി ജീവിക്കുന്നതിനുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കി. കേണൽ മൺട്രോയുടെ നല്ല പ്രവൃത്തികൾ വളരെയധികം താണജാതികൾക്ക് ഉപകാരം ചെയ്യുന്ന, പാവപ്പെട്ടവരോട് വളരെയധികം കാരുണ്യം കാണിക്കുന്ന മൺട്രോയുടെ പ്രവൃത്തി തിരുവിതാംകൂറിലെ താഴ്ന്ന ജാതിക്കാർക്കും എല്ലാ ജാതിക്കാർക്കും വളരെ സന്തോഷമുളവാക്കി. മൺട്രോയുടെ ഭരണത്തിൽ അവർ വളരെയധികം സംതൃപ്തരായിരുന്നു. കേണൽ മൺട്രോയെക്കുറിച്ച് വളരെയധികം കാര്യങ്ങൾ പറയാനുണ്ട്. അത് തുടർന്ന് വരുന്ന വീഡിയോകളിൽ കാണാം. നന്ദി,
നമസ്കാരം.